എല്ലാവർക്കും റിച്ചേഴ്സ് ഗാർഡൻ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ എക്സിബിഷൻ ഹാളിലാണ്. ഇവിടെ അമ്മയും അച്ഛനും ഒഴികെ വേറെ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടും എന്നാണ് ചൊല്ല്. അപ്പോൾ ഇതേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വഴിയരികിൽ തന്നെ സ്റ്റാളുകൾ കാണാം. കമ്മൽ, പൊട്ട് അങ്ങനെ വിൽപ്പനയുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോകുകയാണ്. അതിന് മുൻപ് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് ഇതിനകത്തെ കാഴ്ചകൾ കാണാം. ഒരു കവാടം തരെ നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന്. സാധാരണ ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാളുകളിലും മര്യാദയ്ക്കൊന്നും കയറാൻ പോലും സാധിക്കില്ല. അതുമാതിരിയായിരിക്കും തിരക്ക്. പക്ഷേ ഇന്ന് താരതമ്യേന അത്രയ്ക്ക് തിരക്കില്ല. നമുക്ക് സുഗമമായിട്ട് പോകാം എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അതിന് മുൻപ് ഇതേ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 50 രൂപയാണ് നിരക്ക്. അപ്പോൾ ഈ 50 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നഷ്ടമില്ല. അത്രയും നമുക്ക് കാണാൻ കാഴ്ചകളുണ്ട്. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റത്തെ സ്റ്റാള് ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡ്ഷീറ്റ്, പില്ലോകൾ, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഫസ്റ്റത്തെ സ്റ്റാള്. ഇത് എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് വരുന്ന സ്റ്റാള് ഇവരുടേത് തന്നെ ആകാറാണ് പതിവ്. നമ്മുടെ തൃശ്ശൂരിലെ എല്ലാ നിവാസികളും ഈ എക്സിബിഷൻ ഹാൾ മിസ് ചെയ്യരുത്. അതെന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കാം. എന്നിട്ട് നേരിട്ടെത്തി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. ഇവിടെ വാങ്ങാൻ എത്തുന്നതിനേക്കാളും കൂടുതൽ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എത്തുന്നത് കേട്ടോ. അങ്ങനെ ഈ വെറൈറ്റി ഡബിൾ ബെഡ്ഷീറ്റുകൾ 2 പീസ് 500 എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതായതുകൊണ്ട് ഇക്കൊല്ലം നമ്മളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല ബെഡ്ഷീറ്റുകൾ. ബാക്കി നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റിയതുണ്ടോ എന്ന് നോക്കാം. ഇനി ഇതേ അടുത്തത് കുട്ടികളുടെ സെക്ഷനാണ്. കളിപ്പാട്ടങ്ങളുടെ കലവറ. കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വിടില്ല. എൻ്റെ മക്കളും വിടുന്നില്ല. ഇവിടെ തന്നെ ഒരുപാട് നേരം ഇവിടെ ചിലവഴിച്ച് അവർക്ക് ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് നീങ്ങിയത്. ഇനിയും ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് ഏറെ സമയം നമുക്ക് ഇതിനിടയിൽ കളയാൻ പറ്റില്ല. നമുക്ക് വേഗത്തിൽ നമുക്ക് എല്ലാ സ്റ്റാളുകളും കാണാം. അടുത്തത് ഇതേ കമ്മലുകടിയാണ്. നിരവധി കമ്മലുകളാണ്. നല്ല വെറൈറ്റി കമ്മലുകൾ വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് വാങ്ങാം. പിന്നെ ഈ ഫർണിച്ചറിന്റെ ഒരു സെക്ഷനാണ്. പിന്നെ ഈ കൈത്തറി തുണിത്തരങ്ങൾ, കുത്താമ്പുള്ളി കൈത്തറി തുണിത്തരങ്ങളുടെ ഒരു സ്റ്റാളാണ്. വമ്പിച്ച് വിലക്കുറവെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം വിലയൊന്നും നമുക്കറിയാം. ഇനി ഈ അടുത്ത സ്റ്റാളിൽ നല്ല ചട്ടികളാണ്. നല്ല ഇരുമ്പ് ചട്ടികളും പിന്നെ നമ്മളെ വീട്ടമ്മമാർക്ക് ആവശ്യമായ അടുക്കളയ്ക്ക് ആവശ്യമായ കുഞ്ഞു സാധനങ്ങൾ 10 രൂപ 20 രൂപ 30 രൂപ നിരക്കിലൊക്കെ കുഞ്ഞു സാധനങ്ങളും ഇവിടെ ലഭിക്കും. നമ്മൾ ഏറെ അന്വേഷിച്ചിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടു. അരിപ്പ, ചപ്പാത്തിക്കോല്, അങ്ങനെ അടുക്കളയ്ക്ക് ആവശ്യമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു സാധനങ്ങൾ. പിന്നെ കത്തികള്, പലതരത്തിലുള്ള കത്തികൾ. അങ്ങനെ അല്പസ്വല്പം തിരക്കുകൾക്കിടയിലൂടെ നമ്മൾ കുത്തിക്കേറി പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇവിടെ കണ്ട തൊപ്പികള്, ഏത് പ്രായക്കാർക്കും പറ്റിയിട്ടുള്ള കണ്ണടകൾ, ഇതെല്ലാം ഇവിടെ നമ്മൾ കണ്ടു. ഇനി ഇതേ പൂരപ്രേമികൾക്ക്, ആനപ്രേമികൾക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ഷോപ്പിൽ നല്ല കുഞ്ഞു ആൻറ്റിക് കളക്ഷൻസ് കണ്ടു. പിന്നെ ചെറിയ ജാറുകൾ, ഭരണികൾ, അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിയത്. അത്യാവശ്യം ഒരുപാട് പേര് വാങ്ങുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ 6 പീസ് ഗ്ലാസ് 100 രൂപ എന്നൊരു ഐറ്റം. പിന്നെ ഇതേ ചതയ്ക്കുന്നത്, ഇഞ്ചി ഉള്ളിയൊക്കെ ചതയ്ക്കുന്നത്, എന്തായാലും പറയാൻ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇതേ തുണിത്തരങ്ങളാണ്. തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ചുരിദാർ, അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നമുക്ക് നല്ല വെറൈറ്റീസ് കിട്ടും. പക്ഷെ വില നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്. ഇനി ഇതേ വീണ്ടും കളിപ്പാട്ടം കട. ഈ കളിപ്പാട്ടം കട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താണ് കേട്ടോ. കാരണം നമ്മുടെ മക്കൾ അവിടെ സ്റ്റോപ്പായി പോകും. പിന്നെ അവരെ വലിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ പാടാണ്. അതുപോലെ തന്നെ വള, മാല, കമ്മല്, അങ്ങനത്തെ ഐറ്റംസും ഈ സ്റ്റാളിലുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഈ കളിപ്പാട്ടത്തിൻ്റെ ഇടയിൽ പെട്ടു കേട്ടോ. ഇവർക്ക് ഏതാണ് എടുക്കേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ്. അത് വേണം ഇത് വേണം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം മുന്നത്തെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. എന്നാലും അവർ വീണ്ടും കാണുമ്പോൾ അവരുടെ കണ്ണുകൾ ഉടക്കി പോകാണ്. കാരണം വേറെ നല്ല മക്കളല്ലേ, കുഞ്ഞു മക്കളല്ലേ. അവർക്കത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിലത് വേണമെന്നുള്ളൊരു ആഗ്രഹം തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ഈ സ്റ്റാളിൽ നിന്ന് ഒരു ഗണ്ണും ഒരു കാറൊക്കെ സ്വന്തമാക്കിയിട്ട് വീണ്ടും യാത്ര തുടരാണ്. നടക്കുകയാണ്. ഇനിയും നടക്കാൻ ഒരുപാടുണ്ട്. ഇനിയും കാണാൻ ഒരുപാടുണ്ട്. ഇത് മുഴുവൻ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും മാക്സിമം നമ്മൾ നോക്കും, മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. ഇനി ഇതേ ബാഗിന്റെ സെക്ഷൻ. വെറൈറ്റി ബാഗുകൾ, ഹാൻഡ് ബാഗ്, ചെറിയ ബാഗ്, വലിയ ബാഗ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബാഗുകൾ പല നിറത്തിൽ ഇവിടെ കാണുന്നുണ്ട്. ഇനി അടുത്തത് തായ്ലൻഡ് ഫുഡ് വെയർ സെക്ഷനാണ്. ഒരു പ്രത്യേകതരം ഫുഡ് വെയർ ആണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാലോ, നമ്മുടെ സാധാരണ ഫുഡ് വെയർ കടകളിൽ കിട്ടുന്ന പോലെയല്ല, ഒരു വെറൈറ്റി ഐറ്റം. പിന്നെ അത് കഴിഞ്ഞത് ഈ മിഠായി കടയാണ്. വീണ്ടും കളിപ്പാട്ടം കടയിൽ ഉടക്കിയ പോലെ തന്നെ മിഠായി കടയിലും ഇവർ ഉടക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ കുറേ നേരം നിന്നു മിഠായി സെലക്ട് ചെയ്തു. പഴയകാല മിഠായികൾ, അതാണല്ലോ ഒരു നൊസ്റ്റാൾജിയ. ആ പഴയകാല മിഠായികളിൽ ഒന്ന് രണ്ടെണ്ണം കണ്ടപ്പോൾ എനിക്കും കൊതി തോന്നി, ഞാനും വാങ്ങി. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത് അവരും വാങ്ങി. ഇനിയും നമ്മൾ നടക്കാണ്. ഇനി ഇതേ ഇവിടെ സ്കൂൾ വിപണിയെ ലക്ഷ്യമിട്ടിട്ട് കുറച്ച് പെൻസിലുകൾ, പേനുകൾ, വെറൈറ്റി പേനുകൾ, അതുപോലെ റബ്ബറുകൾ, ബോക്സുകൾ, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റാളിലുള്ളത്. തീർന്നില്ല മക്കളെ. സോഫയിൽ വിരിക്കുന്ന വിവിധ തരം വെറൈറ്റി ഭംഗിയുള്ള ഷീറ്റുകൾ. വീണ്ടും തുണിക്കട, ലെഗിൻസ്, മിഡി ടോപ്പ്, പാവാട, അങ്ങനെ ചുരിദാർ, അങ്ങനത്തെ സെറ്റുകളുണ്ട്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ തുണിക്കടകളിലെ
അത്യാവശ്യം തിരക്കുകൾ ആളുകൾ ജനങ്ങൾ കയറിയിട്ട് അത് വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പൊതുവെ മറ്റെല്ലാ കടകളെ അപേക്ഷിച്ച് തുണിക്കടകളിലാണ് തിരക്ക്. എൻ്റെ പൊന്നെ കാണിക്കുന്ന ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഇത് സ്കിപ്പ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല, അത്രയധികം കാണിക്കാനാണ്. ഇനി ഇതേ കൊതുക് നിവാരണി അഥവാ പിന്നെ സാമ്പ്രാണി ചട്ടി. ഇതെന്തായാലും മഴക്കാലം ആകുമ്പോൾ ഒരെണ്ണം എന്തായാലും ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി വാങ്ങിയതാണ് കഴിഞ്ഞ. പിന്നെ ഇതേ കസ്തൂരി മഞ്ഞൾ, കുങ്കുമപ്പൂവ്, രക്തചന്ദനം അങ്ങനെയുള്ള ഐറ്റംസ് കുഞ്ഞു കുഞ്ഞ്. കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ഒന്നും ഇല്ലാട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് മഞ്ഞ കളറാണ്. വീണ്ടും തൊപ്പി, വാച്ച്, ചീപ്പ്, കണ്ണട ഐറ്റംസ് ഒക്കെ വീണ്ടും ഇട്ടിട്ടുണ്ട് സ്റ്റാള്. ഈ ഒരു വ്ളോഗ് വെറും 5 മിനിറ്റിൽ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചത്, പക്ഷെ എത്ര ഫാസ്റ്റ് ആക്കിയിട്ട് ഇത് തീരുന്നില്ല എന്നുള്ളത്. ചപ്പാത്തി മേക്കർ, ഇതേ പിന്നെയും കത്തിക്കട, അത് കഴിഞ്ഞത് വെജിറ്റബിൾ സീഡ്സ്, നമ്മുടെ പച്ചക്കറി വിത്തുകൾ, ഒരുപാട് തരം പച്ചക്കറി വിത്തുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ മുളച്ച് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മുളച്ച് കിട്ടുന്നത് വളരെ കുറവായി. പിന്നെ ഇതേ പൂക്കളുടെ വിത്തുകളുണ്ട് കേട്ടോ. അതിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം. സീഡ്സ് മുളച്ച് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ ഇത് കരിപ്പെട്ടിയോ അങ്ങനെ എന്തോ ആണ്. അത് ചുമ്മാ ജലദോഷമുള്ളവർക്കൊക്കെ നമുക്ക് ചുക്ക് കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചുക്ക് ചായ വെക്കുമ്പോൾ ഇടാൻ പറ്റിയൊരു ഐറ്റം. സംഭവം ചൂട് അസഹനീയമാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. പക്ഷെ ഇന്നെന്തോ ഒരു മഴക്കാറ് കാറ്റ് പോലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഹ്യൂമിഡിറ്റി കുറച്ച് കുറവുള്ള പോലെ തോന്നി സാധാരണത്തെ കാലം. ഇനി സാരിക്കട കണ്ടില്ല എന്ന് പറയേണ്ടത്. സാരിക്കട, താക്കോൽ സ്റ്റാൻഡ് കട, പിന്നെ ചിപ്സ്, പലതരം ചിപ്സ് ഉള്ള ഒരു കടയുണ്ട്. ഇനി ഇതേ മുണ്ട് കട, ചീപ്പ് കട, ബുക്ക് കട, ഒന്നും വിട്ടുപോകരുതല്ലോ. ഇനി ഇതേ നേരെ ഐസ്ക്രീം കടയിലേക്ക് കയറി ഐസ്ക്രീം കഴിക്കാൻ പോകാനുള്ള പോക്കാണ്. കാരണം ഏറെക്കുറെ ക്ഷീണിച്ചു. ഇനി ഒരു ഐസ്ക്രീം എങ്കിലും അകത്താക്കിയില്ലെങ്കിൽ നമുക്കിനി നടക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇതേ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മാജിക് സ്ലേറ്റ് കണ്ണിൽപ്പെട്ടത്. അപ്പം മാജിക് സ്ലേറ്റ് വേണമെന്നായി. അപ്പൊ നമ്മൾ അത് വാങ്ങിക്കൊടുത്തു. കുറച്ച് ചിപ്സ് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇതേ പൊട്ടുകട, അത് കഴിഞ്ഞ് അച്ചുമൈലാഞ്ചി, ഇനി ബനിയനുള്ള സ്റ്റാളുണ്ട്, ബനിയൻസ് ഉണ്ട്, പിന്നെ ഗ്ലാസുകൾ, പിന്നെ വീണ്ടും തുണിത്തരങ്ങൾ, ലൈം സോഡ കുടിക്കാൻ, ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ, ബയോഗ്യാസിന്റെ പ്ലാന്റ് ഉണ്ട്. പിന്നെ കുറച്ച് ആന്റി കളക്ഷൻസ്. നേരത്തെ കണ്ട മിഠായി കടയിൽ നിന്ന് ജെല്ലി മിഠായി വാങ്ങിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആ മിഠായി നമ്മളിവിടെ വാങ്ങി ആ പരാതി തീർത്തു കൊടുത്തു. ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ റിപ്പീറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മളത് ഒരു തവണ വാങ്ങാൻ വിട്ടുപോയാലും നമുക്ക് അടുത്ത സ്റ്റാളിൽ നമുക്കത് വാങ്ങി പൊരുത്തപ്പെടാം. റോൾഡ് ഗോൾഡിന്റെ സ്റ്റാള്, പിന്നെ അതേ കുഞ്ഞു കുഞ്ഞു പപ്പടം, വീണ്ടും തുണിക്കട, കുഞ്ഞു മക്കൾക്കുള്ള ബുക്കുകൾ, അതുപോലെ സൂപ്പർ സ്റ്റാർ. ഇതൊക്കെ കണ്ട അവർ വിടില്ല കേട്ടോ. സൂപ്പർ സ്റ്റാർ, സ്പൈഡർമാൻ, അങ്ങനെ പല സൂപ്പർ ഹീറോസും ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡോർ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കള്, പ്ലാസ്റ്റിക് ചെടികള്, അങ്ങനെ ഒരു സ്റ്റാളുണ്ട്. വെള്ളത്തിലിട്ടാൽ വീർക്കുന്ന ഒരു ബോള്, കുങ്കുമം, കമ്മല്, ചെടിയുടെ വിത്തുകള്, പിന്നെ ടെഡി ബെയർ. കണ്ടിട്ടും തീരുന്നില്ലല്ലോ അല്ലെ. ജെൻസിന് പറ്റിയ ഷർട്ടുകളുടെ ഒരു സ്റ്റാളുണ്ട്. ഇനി വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗോബി മഞ്ചൂരിയനോ അല്ലെങ്കിൽ ബജി മുളകോ എല്ലാം മേടിച്ച് കഴിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ചെറിയൊരു ഹോട്ടലും ഉണ്ട് കേട്ടോ. ഏകദേശം തീരാറായി. ഓടിച്ചിട്ട് നമ്മൾ സകലതും കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇനിയിപ്പോൾ റൈഡിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഏതെങ്കിലും റൈഡിൽ കയറണം എന്നൊരാഗ്രഹം. ഇത് വീണ്ടും റോൾഡ് ഗോൾഡിന്റെ ഒരു കട നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഗെയിമുകളുണ്ട്. ഗെയിമുകൾ നമുക്ക് 50 രൂപ 60 രൂപ നിരക്കിൽ ഗെയിമുകൾ കളിക്കാം. ബൈക്കിന്റെ ഒരു സ്റ്റാള്, വീണ്ടും തുണിത്തരങ്ങൾ കാണാം. പിന്നെ ഇതേ നമ്മൾ നേരത്തെ കണ്ട റൈഡിന്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ പാർക്കിൽ കയറി വീണ്ടും ഐസ്ക്രീം കഴിക്കണം എന്ന് ആഗ്രഹം. ഐസ്ക്രീം കഴിച്ചത് ഷാരൂഖ് ഖാൻ വരുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ ട്വിസ്റ്റർ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ഏകദേശം നമ്മൾ ക്ഷീണിച്ച് അവശയായിട്ടാണ്. എന്നാലും നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി ഇങ്ങനെ നടക്കണം. ഫ്രണ്ടിലൊരു ഫൗണ്ടെയിൻ ഉണ്ട്. പിന്നെ ഇതേ സ്റ്റേജിലൊക്കെ ലൈവായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ ഇരുന്നതും കാണാം. പിന്നെ ഇവിടുത്തെ ആസ്ട്രോണാറ്റ്സിന്റെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് മുഖം ചേർത്ത് പിടിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാം. ISROന്റെ ഒരു കിടുക്കാച്ചി സ്റ്റാളുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ ഒരു സ്റ്റാളുണ്ട്. അക്വേറിയത്തിലിടാൻ പറ്റിയ മീനുകളുണ്ട്. പിന്നെ അതേ കളിപ്പാട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം നീര. ഇനി ചെടികൾ കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട, അല്പസ്വല്പം ചെടികളും ഉണ്ട്. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. നന്ദി, നമസ്കാരം.